തിരികെ വാർത്തകളിലേക്ക് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ അനുമതി. ആൾ താമസമുള്ള 10 ദ്വീപുകളിലെയും ഡാക് ബംഗ്ലാവുകൾക്ക് അനുമതി നൽകി ഉത്തരവിറക്കി. ലക്ഷദ്വീപ് കലക്ടറാണ് ഡാക് ബംഗ്ലാവുകൾക്ക് ലൈസൻസ് നൽകിയത്. ഉത്തരവിനെതിരെ ദ്വീപിൽ വ്യാപക പ്രതിഷേധമാണ്. ലക്ഷദ്വീപിൽ മദ്യം സുലഭമായി ഒഴുക്കുകയാണ് ലക്ഷ്യമെന്ന് മുൻ MP PP മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. സിബി ജോസഫ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സിബി, നമുക്കറിയാം ലക്ഷദ്വീപിന്റെ അവിടുത്തെ ഒരു പാരിസ്ഥിതിക സാഹചര്യമൊക്കെ അനുസരിച്ച് ഇത്രയും കാലം അവിടെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം, മദ്യം ഇല്ലാതിരുന്ന ഒരു സാഹചര്യം, അവിടെ ലക്ഷദ്വീപിലും സുലഭമായി മദ്യം വിളമ്പാം എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം പോകുന്നത്? മഹേഷ്, തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി BJP നേതാവ് കൂടിയായ ആൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവായി എത്തുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാവുകയും നിരവധിയായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിവാദമായ പല കാര്യങ്ങളും ലക്ഷദ്വീപിൽ നടപ്പാക്കാൻ ഒരുങ്ങിയാണ്. ഏറ്റവും ഒടുവിലായി എല്ലാ ബുധനാഴ്ചയും വാഹന നിരോധന ദിവസമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ഇപ്പോൾ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന മറ്റൊരു ഉത്തരവാണ് ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും, ആൾതാമസമുള്ള എല്ലാ ദ്വീപുകളിലും ഇനി സുലഭമായി മദ്യം ലഭിക്കും. മദ്യം ലഭിക്കുന്ന രീതിയിലൊരു ഉത്തരവ് ഇപ്പോൾ കളക്ടർ ഇറക്കിയിരിക്കുകയാണ്. അതായത് ഈ ലക്ഷദ്വീപിലെ ഡാക് ബംഗ്ലാവുകളിൽ ഈ മദ്യം വിളമ്പാനും മദ്യം സൂക്ഷിക്കുവാനും വിതരണം ചെയ്യാനൊരു പെർമിറ്റാണ് ഇപ്പോൾ നൽകിക്കൊണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവായിരിക്കുന്നത്. അതായത് ഈ ഡാക് ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഈ സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസ് പോലെ അവിടെ ഡാക് ബംഗ്ലാവ് എന്നാണ് ലക്ഷദ്വീപിൽ പറയുന്നത്. അങ്ങനെ എല്ലാ ദ്വീപുകളിലും, ആൾതാമസമുള്ള എല്ലാ ദ്വീപുകളിലെയും ഡാക് ബംഗ്ലാവുകളിൽ ഇത് മദ്യം സൂക്ഷിക്കുവാനും വിതരണം ചെയ്യാനുള്ള ഒരു പെർമിറ്റാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടായപ്പോൾ അവിടെ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഹോട്ടലുകളിൽ മാത്രം അത്തരത്തിൽ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലായി വരുന്ന ആളുകളിൽ ആ ദ്വീപുകളിലെ അവിടെയുള്ള ആ ഹോട്ടലുകളിൽ മാത്രം മദ്യം വിളമ്പാനുള്ള ഒരു ലൈസൻസാണ് നൽകിയിരുന്നത്. അത് വലിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു അങ്ങനെ നൽകിയത്. പ്രധാനമായും കവരത്തിയിലും മറ്റുമായിരുന്നു അത്തരത്തിലൊരു ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് എല്ലാ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലേക്കും ഈ മദ്യം സുലഭമായി എത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. 1979 ലക്ഷദ്വീപ് മദ്യ നിരോധന നിയമത്തിലെ 19(1)B പ്രകാരമാണ് ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത്. 1 വർഷത്തേക്ക് കാലാവധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉപാധി എന്ന് പറയുന്നത്, ഇതിൽ അർഹരായവർക്ക് മദ്യം സാധുവായ പെർമിറ്റ് അനുസരിച്ച് നൽകാൻ കഴിയും, ലൈസൻസുള്ളവർക്ക് നൽകാൻ കഴിയും. പക്ഷേ യഥേഷ്ടം അതുകൊണ്ട് തന്നെ മദ്യം എല്ലാ ലക്ഷദ്വീപിൻ്റെ 10 ദ്വീപുകളിലും ലഭ്യമാകുന്ന രീതിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ റംദാനിൻ്റെ ഒരു കാലം കൂടി, റംസാൻ നോമ്പ് നോക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് വ്യാപകമായി ലക്ഷദ്വീപിൽ മദ്യം ഒഴുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം അവിടെ നിരവധിയായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് വന്നതിന് ശേഷം അവിടെ ബീഫ് നിരോധനം, ഗുണ്ടാ നിയമം, ഭൂമി പിടിച്ചെടുക്കൽ, കൂട്ടപ്പിരിച്ചുവിടൽ, 2-ൽ കൂടുതൽ മക്കളുള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്ക്, ഡയറി ഫാമുകൾ അടച്ചുപൂട്ടുക, അങ്ങനെ നിരവധിയായ വിവാദ ഉത്തരവുകൾ ലക്ഷദ്വീപിൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുകയും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ അവിടെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിന്നീട് എല്ലാ ബുധനാഴ്ചയും വാഹന നിരോധിത ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെതിരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളും, അതായത് ആൾതാമസമുള്ള 10ഓളം ദ്വീപുകളിലും ഈ മദ്യം വ്യാപകമായി ഒഴുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അവിടുത്തെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ബംഗാരം ദ്വീപിലാണ് ആൾതാമസമില്ലാത്ത ബംഗാരം ദ്വീപിൽ 1987 കാലഘട്ടത്തിലായിരുന്നു അവിടെ ടൂറിസ്റ്റുകൾക്ക് മാത്രം, ഈ ആൾതാമസമില്ലാത്തവർക്ക് മാത്രം ഇല്ലാത്ത സ്ഥലത്ത് അവിടെ മദ്യം ഇത്തരത്തിലൊരു സപ്ലൈ ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഈ പ്രഫുൽ ഗോഡ പട്ടേൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവായി എത്തിയ ശേഷം, BJPയുടെ നേതാവായ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവായി എത്തിയ ശേഷമാണ് പിന്നീട് അവിടെ വിവാദമായ പല ഉത്തരവുകളും കൊണ്ടുവരുന്നത്. അവിടെ പുതിയ മദ്യനയം കൊണ്ടുവരാൻ വേണ്ടി ലക്ഷദ്വീപിൽ മറ്റൊരു വിവാദമാകുന്ന ഒരു ഉത്തരവിലേക്ക് കൂടി കേന്ദ്രം പോവുകയാണ്, അഡ്മിനിസ്ട്രേറ്റർ പോവുകയാണ്. ലക്ഷദ്വീപിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകിയിരിക്കുന്നു. ആൾതാമസമുള്ള 10 ദ്വീപുകളിലെയും ഡാക് ബംഗ്ലാവുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് കലക്ടറുടെ ഉത്തരവ് വന്നിരിക്കുന്നതാണ് സിബി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ലക്ഷദ്വീപിൽ പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷമുള്ള നിരന്തരം ജനങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാര്യത്തിലും വ്യാപകമായ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചേക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.